السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه والتابعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو وأولو العلم والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نهاية أقدام العقول عقال، وأكثر سعي العاملين ضلال، وأرواحنا في وحشة من جسومنا، وحاصيل دنيانا أذى وبال. فلم نستفذ في سعينا طول عمرنا سوى أن جمعنا فيه قيل وقالوا. وكم قد رأينا من رجال ودولة فبادوا جميعا مسرعين وزالوا. وكم من جبال قد علت شرفاتها رجال فزالوا والجبال جبال. علم أمة سيدنا مولانا محمد. മഹാന്മാരായ ഉലമാക്കൾ, സ്നേഹമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായ സഹോദരങ്ങൾ, കാരണവന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സിന്റെ സാന്നിധ്യത്തിൽ, സംഘാടനത്തിൽ നാം പങ്കുകൊണ്ടതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു തരുകയും ആഖിബത്ത് നന്നായി മരിപ്പിക്കുകയും അവസാനം സ്വാലിഹീങ്ങളൊപ്പം പുന്നാർ റസൂലുള്ളാഹിന്റെ ചാരത്ത് നമ്മയും നമ്മുടെ ഉമ്മവാപ്പമാർ, ഉസ്താദന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യുമാറാവട്ടെ. പ്രിയം നിറഞ്ഞ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ സ്വഭാവമാണ്, ശൈലിയാണ് ഇപ്പോൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ശൈലിയാണ് മഹാന്മാരെ പുകഴ്ത്തുക എന്നുള്ളത്. നാം അത് നിർദ്ദേശിക്കപ്പെട്ട ആളുകളുമാണ്, മഹാന്മാരെ പുകഴ്ത്തുക എന്നുള്ളത്. ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ പൂർവികരെ പുകഴ്ത്തുന്നതിലാണ്. ഈമാനിന്റെ നിലനിൽപ്പും ഈമാൻ പൂർത്തിയാകുന്നതും അതിലൂടെ മാത്രമാണ്. അല്ലാഹു നമ്മോട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഇബാദത്തുകളിലെല്ലാം അത് തന്നെയാണുള്ളത്. ഇബാദത്തിന്റെ പ്രധാനമായ വശങ്ങളെല്ലാം പൂർവികരെ അനുസ്മരിക്കൽ മാത്രമാണ്. അപ്പോൾ നാം ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി വലിയ ഒരു പുണ്യമായ അമലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഭൗതികന്മാർ ചെയ്യുന്നത് പോലെ ഒരു ചടങ്ങല്ലെന്നും ഇത് നമ്മുടെ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും നിലനിൽപ്പിന് ആവശ്യവും
അത് തന്നെയാണ് ഇസ്ലാം എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ നമ്മൾക്ക് നമ്മുടെ സവാബ് പ്രതിഫലം ഒന്നുകൂടി വർദ്ധിക്കും. നിയ്യത്ത് നന്നാക്കി കുറച്ചു സമയം ഈ വേദിയിലിരിക്കണം. നമ്മുടെ ആത്മീയ ഇന്ത്യയുടെ ആചാര്യന്മാരിൽപ്പെട്ട മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ തങ്ങൾ അള്ളാഹുവിടത്തേക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ സാന്നിധ്യം കൊണ്ട് പലപ്പോഴും ഈ വേദി അനുഗ്രഹീതമാണ്. ഇനിയും അവിടുത്തെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇരിക്കുന്നത് എന്നല്ല. മഹാനായ ശൈഖുന ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ മോളൂരിന്റെ കഥ തന്നെ, മോളൂരിൽ ഇതൊന്നും യാദൃശ്ചികമല്ല. ഞാൻ മോളൂരിലെ എന്റെ പ്രവർത്തകരോട് പലപ്പോഴും ഉണർത്തിയ വിഷയമാണ്. ഇത് യാദൃശ്ചികമല്ല. നിങ്ങൾ കളിക്കരുത്. മോളൂരിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് നേരത്തെ കൊമ്പൻ ഉസ്താദിന്റെ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുവെങ്കിൽ അത് വളരെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് മോളൂർ നിവാസികൾ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ 5ാമത്തെ വയസ്സ്, അവിടെ നിന്നങ്ങോട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 5ാമത്തെ വയസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ ഓതാനാക്കുന്നതിന്റെ മുമ്പ് ഒരു മഹാനെ തേടി ബർക്കത്ത് എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവരികയുണ്ടായി. ആ സംഭവം ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. തുണിയെടുക്കാത്ത ഒരു മഹാനായ വലിയുണ്ടായിരുന്നു ഇവിടെ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു ആലം. ഉണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്തിന് കൊടുക്കുമാറാവട്ടെ, ഇല്ലെങ്കിൽ അവരെയും നമ്മയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇന്നുവരെയും അവരെക്കുറിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകാൻ ആർക്കും സാധ്യമായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ നമ്മോട് മാറിക്കളഞ്ഞതാണ്. എവിടെ പോയി എന്നുള്ളത് അവരുടെ കുടുംബത്തിനോ മറ്റാളുകൾക്കോ ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ വസ്ത്രമെടുത്തിരുന്നില്ല. അരഞ്ഞാച്ചരട് പോലും ഇല്ലാത്ത ഒരവസ്ഥ നല്ല ഓർമ്മയുണ്ട്. തെങ്ങുവളപ്പെന്ന് പറയുന്ന ആ വളപ്പിൽ ആ ഭാഗത്ത് മഹാനവറുകൾ ഉണ്ടാവും. മഹാനവറുകളുടെ കൂടെ കുറെ കുട്ടികൾ പവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിയിട്ട് നടക്കുന്നുണ്ടാവും. കുട്ടികൾക്കിത് അല്ലെങ്കിൽ ആളുകൾക്കോ ഈ മഹാൻ ആരെന്നറിഞ്ഞുകൂടാ. അവർക്ക് നൽകുന്ന ആരെങ്കിലും ഹദിയായി കൊണ്ടുവരുന്ന ചീരിണിയോ മറ്റോ ഉണ്ടാവും. എന്റെ ഉമ്മയും ഒരു തൂക്കുപാത്രത്തിൽ ഇറച്ചിയും പത്രിയും ഉണ്ടാക്കി എന്റെ കയ്യിൽ തന്ന് തൊട്ടടുത്തൊരു വീട്ടിൽ ഉമ്മ മറഞ്ഞിരുന്ന് ഇത് തന്നയച്ച് മൂപ്പരുടെ അടുക്കലേക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് ഓത്ത് പഠിയാൻ വേണ്ടി ബർക്കത്തിന് വേണ്ടി എന്നെ കൊണ്ടുവന്നത് ഓർമ്മയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നല്ലൊരു പുതിയ ഡബിൾ വേസ്റ്റ് എടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ നല്ലായ മുഹമ്മദ് കുട്ടിയാജിയുടെ വാപ്പ. അദ്ദേഹത്തിന്റെ തുണി പിടിച്ച് ചീന്തുകയുണ്ടായി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രധാന സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ട്. ഞാന് മദ്രസയിൽ പോകുന്ന കാലത്താണ് മഹാനായ ശൈഖുന മാനു ഉസ്താദിനെ ആദ്യമായി കാണുന്നത്. അവരുടെ ഒരു പെങ്ങളെ എന്റെ ഒരമ്മാവൻ കല്യാണം കഴിച്ചിരുന്നു. അവിടേക്ക് ഇടക്ക് വരും. മാത്രമല്ല എന്റെ മഹാനായ ജ്യേഷ്ഠ സഹോദരൻ, കേരളത്തിലെ മുഹഖിഖീങ്ങളിൽ അറിയപ്പെട്ട ഒരു മഹാനായ മുഹഖിഖായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ, മർഹൂം MP മുഹമ്മദ് മുസ്ലിയാർ, മാരായമംഗലം ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ അവിടെ ഓതാൻ വന്നതായിരുന്നു ബഹുമാനപ്പെട്ട മാനുസ്താദ് അവർ. ഇന്ന് നെല്ലായ ദർസ് നടത്തുന്ന കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അവിടെ ഓതുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ അവിടെ വരുന്നത്. ഉസ്താദ് അവർകൾ കുറച്ചു കാലം അവിടെ മദ്രസയിലും ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഉസ്താദിനെ ഇങ്ങനെ കാണും. കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. മദ്രസയിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നോ ഇല്ലേ എന്നുള്ളത് ഓർമ്മ ശരിയല്ല. ആ കാര്യത്തിൽ ഖണ്ഡിതമായി എനിക്ക് പറയാൻ ധൈര്യമില്ല. അക്കൂട്ടത്തിൽ എന്റെ മറ്റൊരു മൂത്താപ്പാന്റെ മകനും എന്റെ ഉസ്താദുമായിരുന്ന മൊയ്തുപ്പ് മുസ്ലിയാർ, ഇവർ രണ്ടാളും ഏകദേശം ശരീക്കന്മാരാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. രണ്ടുപേരും ഏകദേശം വലിയൊരു ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്ക് ഒന്നിച്ചാണോ പോയത് അല്ല അടുത്തടുത്ത വർഷമാണോ പോയത് എന്നും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഉസ്താദിന്റെ സനദ്, ബാക്കിയാത്തിന്റെ സനദ് ഞാൻ
ഇപ്പോൾ അവരുടെ മകനെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന് വായിച്ചു നോക്കുമ്പോൾ 64-ലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖാദം തങ്ങൾ അവർ ഇജാസത്ത് നൽകിയ സനദ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. 956-57 എന്റെ ജനനം. ഓത്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ആലിമ്യങ്ങളെ കാണുകയും അവരോട് ബന്ധപ്പെടുകയും ചെയ്യുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മ വളരെ ആ കാര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് മഹാനായ സൂഫിവര്യനായി അറിയപ്പെടുന്ന പാറ മുസ്ലിയാർ എന്റെ ഉസ്താദാണ്, മദ്രസയിലെ ഉസ്താദാണ്. കാക്കാന്റെ ദർസിൽ ഓതിയിരുന്നു, മദ്രസയിൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ മാനു മുസ്ലിയാരും കുറച്ചു കാലം മദ്രസയിൽ പഠിപ്പിച്ചിരിക്കുന്നോ എന്ന് സംശയിക്കുന്നു. ഏതായിരുന്നാലും ശരി, ഉസ്താദ് അവിടെ വന്ന് പഠിച്ച് 960-കൾക്ക് ശേഷമാണ് ബാഖിയാത്തിലേക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ അടുക്കൽ നിന്ന് സനദ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ബാഖിയാത്തിൽ നിന്ന് മഹാനായ ഉസ്താദ് അവർ വന്ന് ഉസ്താദിന്റെ ചരിത്രം പറയുമ്പോൾ അവിടുത്തെ പിതാവ് MT മേലേത്തലക്കൽ ഉണ്ണീൻ മുസ്ലിയാർ, ആ മഹാനെ എനിക്കെന്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. വെളുത്ത നന്നായി വസ്ത്രം ധരിച്ച് താടി നീട്ടി കണ്ടാൽ ഒരിക്കൽ കൂടി പിന്നെയും നോക്കുന്ന ആ ഉസ്താദിന്റെ പിതാവ്, അതിന്റെ അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയുള്ള അവിടുത്തെ മാതാവ്, ഇവർ രണ്ടാളെയും എനിക്ക് നല്ല ഓർമ്മയാണ്. മാതാവ് വലിയ സ്നേഹമാണ്, വലിയ ലുത്ഫാണ്, ലുത്ഫോടുകൂടി പെരുമാറുന്ന ഒരു ഉമ്മയായിരുന്നു. ജസാഹുമല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറ വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ത്വയ്യിബ എന്ന് ഖുർആൻ പറഞ്ഞത് വളരെ അന്വർത്ഥമായി പ്രകടമാകുന്നു. മഹാനായ ഉണ്ണീൻ മുസ്ലിയാരുടെ മക്കളൊക്കെ നല്ല സ്വഭാവത്തിലായിരുന്നു. മൂത്ത മകൻ അബ്ദുറഹ്മാൻ കാക്ക ഒരു സാധാരണ ആളാണെങ്കിലും മുസ്ലിംമാരെക്കാൾ വറയിൽ ജീവിക്കുകയും എല്ലാ സുന്നത്തുകളും എടുത്ത് നല്ല ഒരു മട്ടത്തിൽ ജീവിക്കുന്ന മഹാനായിരുന്നു ഉസ്താദിന്റെ ജ്യേഷ്ഠൻ. ഉസ്താദിന്റെ അനുജൻ അംസ മുസ്ലിയരും അങ്ങനെ തന്നെ. അവരൊക്കെ നല്ല ഒരു അവസ്ഥയിലാണ്. അല്ലാഹു അവരുടെയൊക്കെ ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് സനദെടുത്ത് വന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട്ടിലെ പനമരത്താണ് ആദ്യമായി ദർസ് നടത്തുന്നത്. വയനാട്ടിലെ പനമരത്ത് നന്നായി ദർസ് നടത്തുകയും ധാരാളം വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ ദർസിൽ വരികയും ചെയ്തു. അതിന്റെ ശേഷമാണ് നാട്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉസ്താദ് ദർസിന് വരുന്നത്. വയനാട് പരമരത്ത് നിന്നപ്പോൾ തന്നെ ഉസ്താദ് ഒരു അനിതര സാധാരണക്കാരനായിരുന്നു, ഒരു സ്വഭാവക്കാരനായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ എവനാണെങ്കിലും ഒരു പ്രാവശ്യമല്ലാതെ രണ്ടാമത്തെ പ്രാവശ്യം ഉസ്താദിന്റെ മുന്നിലേക്ക് പോകാൻ ധൈര്യം വരില്ല. ആ സമീപനം അങ്ങനെയായിരുന്നു. അവിടെ ഉദ്യോഗസ്ഥനായാലും ശരി, കോടീശ്വരനാണെങ്കിലും ശരി, സ്വാധീനമുള്ളവനാണെങ്കിലും ശരി, ഉസ്താദിന് ഇഷ്ടമില്ലാത്ത ദീനിയായ വിഷയത്തിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന ഒരു ധനാഢ്യനാണെങ്കിൽ ഒരു പ്രാവശ്യമേ ഉസ്താദിന്റെ അടുക്കലേക്ക് അവന് പോകാൻ ധൈര്യം വരികയുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലാൻ ധൈര്യം വരികയില്ല. സ്വഭാവം തന്നെ പ്രത്യേകം. തൂവള്ളയായ ഉസ്താദിന്റെ മുഖം തുടുക്കുകയും കണ്ണ് ചുവന്ന് അത്യധികം ചുവപ്പുമായിരിക്കും. ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ എവനും ആ സദസ്സിന് പിന്നെ രണ്ടാം വട്ടം വരുന്ന സ്വഭാവം, സദസ്സിലേക്ക് ഉസ്താദിനെ സമീപിക്കാൻ വരുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അപ്പൊ പലപ്പോഴും മുതഅല്ലിമീങ്ങളുമായുള്ള ഉസ്താദിന്റെ സ്നേഹം, ആ മുതഅല്ലിമീങ്ങളെ തർബിയത്ത് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും വിവരം മനസ്സിലാകാത്ത സാധാരണക്കാരായ ആളുകൾ കയറി ഇടപെട്ടാൽ, മുതഅല്ലിമീങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ഉസ്താദിനെ ഒരിക്കലും അവിടുത്തെ ഗീറത്ത് ഒരിക്കലും അവിടെ തുടരാൻ അനുവദിക്കുകയില്ല. അങ്ങനെ പനമരത്ത് ഉസ്താദ് ദർസ് വിട്ടുകൊണ്ട് നാട്യമംഗലത്ത് വന്നപ്പോൾ ഞാൻ അതുവരെ ഓതിയിരുന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ മർഹൂം MP മൊയ്തുപ്പ് മുസ്ലിയാർ, അള്ളാഹു ജ്യേഷ്ഠ സഹോദരൻ എന്റെ ഉസ്താദ്, അവരുടെ ദർജകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടെ നിന്നിങ്ങനെ ചൊറി പിടിച്ച് വല്ലാതെ വിഷമിച്ചപ്പോ വെള്ളിയഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താ മീസാ മുതൽ അൽഫ്യ വരെ അവിടെ ഓതി. അങ്ങനെ വല്ലാതെ വിഷമിച്ചപ്പോ ജ്യേഷ്ഠനാണ്, മാരായമംഗലത്തെ മുദരിസാണ്, നമ്മളെ മാർഗദർശി കാക്കാനോട് പോയി പറഞ്ഞു, ഇനി എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല, വല്ലാത്ത ചൊറിയും വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പൊ എന്നോട് പറഞ്ഞു, ഒന്നഞ്ച് മാനുവിന്റെ അടുത്തേക്ക് പോയിക്കോ. ഞാൻ മാനുവിനോട് പറയാം. അങ്ങനെയാണ് മാനുസ്താദിന്റെ ദർസിൽ ചെല്ലുന്നത്. നിറഞ്ഞു കവിഞ്ഞ അന്ന് അവിടുത്തെ എന്നേക്കാൾ ഉയർന്ന വിദ്യാർത്ഥി ഇപ്പോഴും എൻ്റെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അവരെന്റെ ഉസ്താദാ. അവർക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. തസ്രീഹുൽ മന്ദിക്ക് എനിക്ക് ഓതി തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്, തസ്രീഹുൽ മന്ദിക്ക് നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ദർസിൽ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ, നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ ആ ദർസിലുണ്ട്. ദർസ് മുടക്കിയിട്ട് ഒരു വിഷയം ഇഷ്ടമില്ലാത്ത ഉസ്താദാണ്. വളരെ കൃത്യമായി ദർസിന്റെ കാര്യത്തിൽ നോക്കുകയും കുട്ടികളെ ശരിക്ക് തർബിയത്ത് ചെയ്യുകയും, അത് കുട്ടികളെ കൂടുതൽ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കൂടുതൽ ഉപദേശിക്കാൻ വരാറുമില്ല. ഒന്നോ രണ്ടോ വാക്ക് മാത്രം സംസാരിക്കും, പിന്നെ ഒരു നോട്ടമാണ്. ആ നോട്ടം നോക്കിയാൽ വിദ്യാർത്ഥിക്കറിയാം. സബക്കിന് ചെന്നാൽ വളരെ സൗമ്യമായ പെരുമാറ്റമാണ്. വളരെ സരസമായ നിലയിൽ, വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന നിലയിൽ വളരെ സരസമായിട്ട് മഹാനായ ഉസ്താദ് വിഷയങ്ങൾ അവതരിപ്പിക്കും. ഏത് വിഷയവും വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്നത് പോലെ വളരെ സരസമായി. ഞാൻ ആദ്യമായിട്ട് ജലാലൈനി തുടങ്ങുന്നത് മഹാനായ ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ്. ആ അന്ന് ഓതിയ ഭാഗങ്ങൾ ഇന്നും അതിന്റെ ഓരോ രംഗങ്ങളും ഓർമ്മ വരുന്ന നിലയിൽ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആ സംഭവ വികാസങ്ങൾ ശരിക്ക് അത് തങ്ങി നിൽക്കുന്ന നിലയിൽ വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുന്ന ആ സ്വഭാവം ദർസിൽ, ഇത്ര ദർസിന്റെ ഹദറത്തിൽ ചെന്നു നോക്കിയാൽ ഉസ്താദ് ഇങ്ങനെ ഒരു ഗൗരവക്കാരനാണെന്ന് ഒരിക്കലും തോന്നൂല. ആത്മീയമായ ശിക്ഷണത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും, നാം മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്, പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് നോക്കുമ്പോൾ വലിയ ഒരു ആത്മീയ ശിക്ഷണത്തിന്റെ കഴിവ് മഹാനായ ഉസ്താദിനുണ്ടായിരുന്നു. വലിയ പണക്കാരായ ആളുകൾ, അവരോട് കാര്യം പറയാൻ ചുരുക്കം ആലിമ്യങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ധൈര്യം വന്നിരുന്നുള്ളൂ. നമ്മൾ ആരെയും ആക്ഷേപിക്കുകയല്ല. ഇങ്ങനത്തെ ഉസ്താദ് നാട്യമംഗലത്ത് തന്നെ വലിയ കൊലകൊമ്പന്മാരായ ധനാഢ്യന്മാരുണ്ടായിരുന്നു. അവരോടൊക്കെ വരച്ച വരയിൽ നിർത്തി അവർക്ക് മിണ്ടാട്ടമുണ്ടായിരുന്നില്ല. ആളുകൾക്ക് പേടിയാ, ഇന്ന ആചാര്യ ഇന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വരച്ച വരയിൽ നിർത്തും. സൗമ്യമായിട്ട് ആദ്യം പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ലെങ്കിൽ കണ്ണ് ചോപ്പിച്ച് പറയും. താൻ ദർസ് നടത്തുന്ന മഹല്ല് അത് 100% ഇസ്ലാമികമാകാൻ വേണ്ടി ഉസ്താദ് അവർകൾ ശക്തമായി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ എന്റെ മഹാനായ മറ്റൊരു ഉസ്താദായിരുന്ന ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ, കേരളത്തിലെ വലിയ പോക്കിരിമാര്, ആനയും അമ്പാരിയുമെല്ലാമുള്ള പോക്കിരിമാരോട് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം പറയാൻ പറ്റിയ ഒരു ആലിമിനെ തെരഞ്ഞ് മഹാനായ മാനുസ്താദിനെയാണ് ബത്തേരി കൊണ്ടുപോയി ആക്കിയത്. ബത്തേരിയിൽ അന്ന് വലിയ പണക്കാരായ പോക്കിരിമാരുള്ള നാടാണ്. വലിയ എസ്റ്റേറ്റും ആനയും അമ്പാരിയും ഒക്കെ ഉള്ള ആളുകളാണ്. അവരോട് കാര്യം പറയാൻ പറ്റിയ, സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റിയ ആളുകളെ കിട്ടണം എന്ന് പറഞ്ഞ് ഉസ്താദ് സംസാരിച്ചപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ പല ആളുകളുണ്ട്, ഇങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട് ബത്തേരി. മഹാനായ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ മാനുസ്താദിനെ കൊണ്ടുപോയി ബത്തേരിയിൽ കൊണ്ടുപോയി ആക്കി. ബത്തേരിയിൽ നിന്ന് മഹാനായ ഉസ്താദ് മാനുസ്താദ് വരുന്നത് വരെ അവിടെ ഒരു ബിദ്അത്തിന്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെ അന്വേഷിച്ചു നോക്കിയാൽ ധാരാളം ബിദ്അത്തിന്റെ കക്ഷികളാണ്. വലിയ പണക്കാരാണ്. കക്കോടം മൂസ ഹാജി, അവരുടെ പിതാവ്, അതുപോലെ തന്നെ നീലിക്കണ്ടി, ഇങ്ങനെ വലിയ പണക്കാർ മുതലാളിമാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ചില നീക്കുപോക്കുകൾക്ക് നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ആലിമ്യങ്ങൾ അവിടെ നിന്നാൽ പറ്റുകയില്ല. അവരെ പറഞ്ഞു നടത്താൻ പറ്റിയ ധൈര്യമുള്ള ആള് വേണമെന്ന് കരുതി മഹാനായ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ മഹാനായ ഉസ്താദ് മാനുസ്താദിനെ ബത്തേരിയിൽ കൊണ്ടുപോയി നിർത്തുകയുണ്ടായി. 2 വർഷം ബത്തേരിയിൽ നിന്നു. പിന്നെയും അവിടെ നിന്ന് ദൂരമാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് 2ാം പ്രാവശ്യം പിന്നെയും ശൈഖുനെ നിർബന്ധിച്ച് പിന്നെയും ബത്തേരിയിൽ കൊണ്ടുപോയി ആക്കി. ഇന്നും ബത്തേരിയിൽ ചെന്നാൽ മാനുസ്താദിന്റെ പേര് കേട്ടാൽ ഞെട്ടാത്ത ഒരു ധനാഢ്യനും ഇന്നും അവിടെ ഇല്ല. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്,
പിന്നീട് അതിന്റെ ശേഷമൊക്കെ ഞാൻ ഖണ്ഡന പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ പറയും, മാനുസ്താദിന്റെ പേര് കേട്ടാൽ മാനുസ്താദ് പോയതിന്റെ ശേഷം ഇവിടെ ആകെ ഖറാബായി എന്ന് പറയുന്ന ആളുകളെ ഇന്ന് കാണുകയുള്ളൂ. അപ്പോ ദീനി വിഷയത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഉഖ്റവിയായ ആലിമിന്റെ സ്വഭാവത്തിൽ നീങ്ങിയിരുന്ന മഹാനായിരുന്നു ഷെയ്ഖുന ഉസ്താദ് അവർകൾ. അള്ളാഹു കൊടുത്ത ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മഅദിൻ, ഈ കാണുന്ന സ്ഥാപനത്തിന്റെ ചരിത്രവും അതാണ്. ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ മഹാനായ ഉസ്താദ് അവർകളാണ്. അക്കാര്യം നിങ്ങൾ എഴുതി വെക്കണം. കാലം കഴിയുമ്പോൾ മാറിപ്പോകരുത്. നമ്മുടെ ഇവിടുത്തെ SSFന്റെ പ്രവർത്തകർ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം വെട്ടിത്തുറന്ന് പറയാൻ, അത് പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും പരിശീലിപ്പിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം ഈ പ്രദേശത്ത് നേരിട്ടപ്പോൾ അവർ സംഘടിച്ചുകൊണ്ട് വന്നു പറഞ്ഞു, ഉസ്താദെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ അവരെ ആദ്യമായിട്ട് പറഞ്ഞു, ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മളല്ല, മഹാന്മാരാണ്. അതുകൊണ്ട് 10-17 പ്രവർത്തകർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മമ്പറത്ത് പോയി സിയാറത്ത് ചെയ്തിട്ട് വരണം. മമ്പറത്തും അതുപോലെ CM വലിയുള്ളാന്റെ അവിടെയും 2 സ്ഥലത്തും പോയി സിയാറത്ത് ചെയ്തിട്ട് വരും. എന്നിട്ട് നമുക്ക് എന്താ മനസ്സിൽ തോന്നുമെങ്കിൽ ബാക്കി വിഷയങ്ങൾ ചിന്തിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്കൊരു മഹല്ല് വളരെ ഭദ്രമായി കോട്ടയാണ്. ഇവിടെ നമുക്കൊരു മറ്റൊരു വിഷയം ചെയ്യാൻ സാധിക്കാത്ത, ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷം. നമ്മുടെ SSFന്റെ അതിന്റെ സ്ഥാപകന്മാരായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. മഹാനായ കുഞ്ഞാൻ സാഹിബ് മാത്രമേ വഫാത്തായിട്ടുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് ഹയാത്തിലുണ്ട്. അവരോട് പറഞ്ഞത് ഞാനിതാ, മമ്പറത്ത് പോയിട്ട് പറയും, അവിടുന്ന് നിയന്ത്രിക്കണം. അതാണ് ഖുതുബ്. നമുക്കൊന്നും ചെയ്യാൻ സാധ്യല്ല. അങ്ങനെ പോയി വന്ന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വേണോ വേണ്ട, ധൈര്യമില്ല. ഞാൻ അന്ന് വിദേശത്താ, ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കണ്ടിരിക്കുന്നു, ഉസ്താദ് കയറി വരുന്നു. പടച്ചോലും ഞാനാകെ താഴ്വറായി. ഉസ്താദ് ഒരാളെ തെരഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അത് മഅഖൂലല്ല. സാധാരണ നിലയില് ഒരു ശിഷ്യനെ തെരഞ്ഞിട്ട് മാനുസ്താദ് അങ്ങനെ പോവില്ല. ഒരു മുതലാളിന്റെ വീട്ടിലേക്ക് അവനെ തെരഞ്ഞു പോവുക എന്നുള്ള സ്വഭാവമല്ല. അത് ഏത് ഖുറൈശിയാണെങ്കിലും അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കും. അങ്ങോട്ട് പോകുക എന്നുള്ള സ്വഭാവമല്ല. ഞാൻ ഇങ്ങനെ ദുബായിൽ നിന്ന് ഒരു ദിവസം വന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോണ്ട് ഉസ്താദ് കയറി വന്നിരിക്കണം. പടച്ചറബ്ബ്, ഞാൻ ആകപ്പാടെ വേദാറ, എന്താ എന്നോട് നല്ല നിലയിൽ പറഞ്ഞു, ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ എനിക്ക് വേദാറായി, പടച്ചോൻ എന്താപ്പോ ഈ കഥ എനിക്കറിയില്ല. എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ജമാഅത്തായി നിസ്കരിക്കണം ഒരു പള്ളിയിൽ, എനിക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ. അതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പള്ളി ഉണ്ടാക്കി തരണം. ഞാൻ മരിക്കണീന്റെ മുമ്പ് എനിക്ക് ആ പള്ളിയിൽ നിസ്കരിക്കണം. എന്നെ കൊണ്ട് സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ആർത്തും പോയിട്ടില്ല. എനിക്ക് എന്നോട് പറയാലോ. ആയിക്കോട്ടെ, ഞാൻ ഉസ്താദ് ദ്വാരക്ക് ഞാൻ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഉസ്താദിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഉസ്താദ് തന്നെ അതിനുവേണ്ടി കളമൊരുക്കി. മഹാനായ അബ്ദുഹാജി സ്ഥലവും തന്ന് അല്ലാഹുവിനോടൊക്കെ ബർസഖിയാജിയും റാഹത്തിലായി കൊടുക്കുമാറാവട്ടെ. സ്ഥലവും തന്ന് ഉസ്താദ് തന്നെ കമ്മിറ്റി ഫോം ചെയ്ത് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു, ജയിന്റെ സെക്രട്ടറി ആകണം. മഅഖൂലല്ല, ഞാൻ വിദേശത്താ കിടക്കണേ, ജയിന്റെ സെക്രട്ടറി ആയാലേ പറ്റുള്ളൂ. വേറൊരു വിഷയം പറഞ്ഞു പോകരുത്. ഉസ്താദ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് പിൻവാങ്ങാൻ പറ്റൂ. അങ്ങനെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറിയുമായി ഉസ്താദാണ് പിന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി ഇതിവിടെ പടുത്തുയർത്താൻ കാരണക്കാരായി. അന്നും നമ്മുടെ പ്രവർത്തകർക്ക് നമ്മളൊക്കെ ലൈഫായ ഈമാൻ ലൈഫായ ആളുകളാണല്ലോ. ഞാൻ അന്നും നമ്മുടെ സുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാറുണ്ട്, നിങ്ങൾ ബേജാറായി പോകരുത്. ഇത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് മൂളൂർ എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരെ പോലെ തന്നെ അവരുടെ കുടുംബത്തിൽ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞ നാളാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2ാമത്തെ സമ്മേളനം കേരളത്തിലെ ആരാണെന്നറിയാമോ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കന്മാർ. അവർ ഈ പ്രദേശത്തെ ഒരു മഹത്തായ ഇസ്ലാമിക സമ്മേളനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതില്
വലിയ വീക്ഷണമുണ്ടെന്ന് എന്റെ മോളൂർ നിവാസികളായ സഹോദരന്മാർ ഇപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ പണ്ഡിത ചരിത്രം പറയുന്ന കൂട്ടത്തിൽ മോളൂരിന്റെ ചരിത്രം അയവിറക്കാതെ കണ്ട്, ആ കഴിഞ്ഞുപോയ ചരിത്രം പറയാതെ കണ്ട്, കേരളത്തിലെ ഉലമാഇന്റെ ചരിത്രം, ഉലമാക്കളുടെ മുന്നേറ്റത്തിന്റെ ചരിത്രം ഒരിക്കലും സമ്പൂർണമാവുകയില്ല. ചുരുക്കി പറയട്ടെ, മഹാനായ ഉസ്താദ് അവർകൾ കറകളഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമായിരുന്നു. അതിന് പല തെളിവുകളുമുണ്ട്. എന്റെ ശൈഖുന മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ, അവർക്ക് എല്ലാ ആലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും ഇഷ്ടമാണെങ്കിൽ തന്നെയും ചില ആളുകളെ പ്രത്യേകമായ താല്പര്യമാണ്. അത് റൂഹിയായ ബന്ധമാണ്, ഖൽബിന്ന് ഖൽബിലേക്കുള്ള കണക്ഷനാ. മാനുസ്താദിനെ നേരത്തെ ഒരു പരിചയമല്ല. മാനുസ്താദ് മോളൂര് മേലെ തലക്കല് ഉണ്ണി മുസ്ലിയാരുടെ മകൻ മാനുസ്താദിനെ മഹാനായ ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാർക്ക് യാതൊരു പരിചയവുമില്ല. ഒരൊറ്റ വട്ടം കണ്ടതാണ്. ഉസ്താദിനെ വാതിന് പോകുന്നോടത്ത് വെച്ച് കണ്ടതാ. ആ കണ്ടപ്പോൾ ആൾ ഇന്നതാണെന്നുള്ള ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ കെ ഹസൻ മുസ്ലിയാർക്ക്. അതുകൊണ്ടാ പിന്നീട് ബത്തേരിയിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെയുണ്ട്. ഫിറാസത്തുൽ മുഅ്മിനി ഹഖ്ഖുൻ, മുഅ്മിനായ മനുഷ്യൻ ചില ലക്ഷണം കണ്ടെത്തിയാൽ അത് യാഥാർത്ഥ്യമായിരിക്കും, സത്യമായിരിക്കും. അപ്പൊ മാനുസ്താദിൽ ഇങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു നെടുന്തൂണ് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹാനായ ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാർ മാനുസ്താദിനെ ബത്തേരിയിലേക്ക് ക്ഷണിച്ചത്. അതിന്റെ ശേഷം മഹാനായ ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിൽ ദറസ് നടത്തി. ഒക്കെ കേരളത്തിൽ എണ്ണം പറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. ഉദിനൂര്, ചാലിയം. മഹാനായ ഓക്കെ ഉസ്താദ് ആ ചാലിയത്തിൽ നിന്ന് മാറിയപ്പോൾ നാട്ടുകാരെ ശരിക്ക് അവരോട്, അവിടെ പണക്കാരും വലിയ പ്രമാണിമാരുള്ള സ്ഥല, അവരെ ശരിക്ക് വരച്ച വരയിൽ നിർത്താൻ ഉസ്താദിനെ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാ മഹാനായ എ പി ഉസ്താദ് പിന്നീട് ശൈഖുന മാനുസ്താദിനെ ചാലിയത്തേക്ക് നിർദ്ദേശിച്ചു കൊടുത്തത്. ഓക്കെ ഉസ്താദ് അവിടുന്ന് മാറിയപ്പോ ചാലിയത്തേരെ കൊണ്ടടക്കാൻ പറ്റിയൊരു മൂല്യരെ കിട്ടണം എന്ന് പറഞ്ഞ് എ പി ഉസ്താദാണ് പിന്നീട് ചാലിയത്തേക്ക് മാനുസ്താദിനെ നിർദ്ദേശിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ശരി, ജീവിച്ചിരിക്കുന്ന മോളൂരിലെ എന്റെ മുതഅല്ലിമീങ്ങളോടും ഉലമാകളോടും പറയാനുള്ളത്, മഹാനായ മാനുസ്താദ് അവര് ദീനിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. സാമ്പത്തികമായി നമ്മളൊക്കെ പോലെ തന്നെ സാധാരണക്കാരനായിരുന്നു. പക്ഷേ മാനുസ്താദിന് അറിയാം, ദീനി വിഷയത്തിൽ മുന്നിട്ട് നിന്നാൽ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. തന്റെ ജീവിതത്തിൽ ഇസ്സത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നടത്തി. തന്റെ മക്കളുടെ കല്യാണങ്ങൾ, തന്റെ വീട്, തന്റെ കുടുംബ സൗകര്യങ്ങൾ, ഇതിനൊന്നും സാധാരണ ഒരു ആലിം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം ഒരു നാട്ടുകാരോട് ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ഇന്ന് ചെയ്തു തരണം. സാധാരണ ഉണ്ടല്ലോ ഇപ്പൊ നാട്ടിന്റെ ഒരു അവസ്ഥ, എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട്. ഇല്ല, അത് അറിയാതെ കണ്ട് പുറകിൽ, മൂപ്പരുടെ പുറകിൽ ഇങ്ങനെ തേടി വരാൻ വിചാരിക്കാത്ത പ്രമാണിമാർ. എനിക്കറിയാം, ഞാന് പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ ദർസ് നടത്തുമ്പോഴായിരുന്നു ഉസ്താദിന്റെ പല മക്കളുടെയും കല്യാണം നടക്കുന്നത്. ആ സമയത്ത് അവിടെ വന്നിട്ട് ആ സ്വർണ്ണം ഏൽപ്പിക്കാം. ഞാൻ ചെല്ലും, ചില ആളുകളുടെ ജ്വല്ലറിയിൽ ഉസ്താദിന്റെ കൂടെ ചെല്ലുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും അവരോട് കടം പറയണ്ടോ മറ്റൊക്കെ വിഷമം വരുമോ എന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെ ഇരിക്കുമ്പോൾ ഉസ്താദ് പറയും, അതൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ധനാഢ്യന്മാര് ഉസ്താദിനെ മനസ്സിലാക്കിയ അഗ്നിയാൽ, ഉലമാനെ സ്നേഹിക്കുന്ന അഗ്നിയാൽ, ആരും അറിയാതെ കണ്ട് ഉസ്താദിന്റെ വിഷയത്തിൽ വളരെ പൂർണ്ണമായ സപ്പോർട്ടിന് ആരും അറിയില്ല. ഉസ്താദിന്റെ കാര്യങ്ങൾ വളരെ ഇജ്ജത്തിൽ നടന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദുനിയാവിൽ അഭിമാനം കാത്തു സൂക്ഷിച്ച ഒരു മഹാനായ ആലിമാണ്. ആരുടെ മുന്നിലും മരിക്കുന്നത് വരെ അടിയറ വെക്കാതെ കണ്ട്, ആദർശത്തെ അടിയറ വെക്കാതെ കണ്ട്, എന്തെങ്കിലും ദുനിയാവിന്റെ നക്കാപ്പിച്ച കാണുമ്പോൾ അതിന് ഓശാന പാടുന്ന ഈ ഭൗതിക, കേവല ഭൗതികന്മാരായ വേഷധാരികളുടെ ഒരു സംസ്കാരവും ഒരു വാസനയും ഉസ്താദിന്റെ നാലയലത്ത് പോലും എത്തിയിരുന്നില്ല എന്നുള്ളത് നാം ദീനീ പ്രവർത്തകരായ ഉലമാക്കൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ ഒരു ഹഖീഖത്താണ്, ഒരു വസ്തുതയാണെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും എന്റെ സഹപ്രവർത്തകരെയും ഓർമ്മിപ്പിക്കുകയാണ്. ദീനീ പ്രവർത്തനം നാം ചെയ്യുമ്പോൾ നാം അള്ളാഹുവിന്റെ പ്രവർത്തകരാണ്. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ
അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ പേടിക്കാൻ പാടില്ല. അള്ളാഹുവാണ് നമുക്ക് ശക്തിയേറുന്നത്. നമുക്ക് അത്ര വലിയ മഹത്വം ഉലമാഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ തൗഹീദിനെ ഈ ലോകത്തെ സമർപ്പിക്കാൻ സാക്ഷികളായി അള്ളാഹു സെലക്ട് ചെയ്തത് അവന്റെ മലക്കുകളെയും ഉലമാക്കളെയുമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽം. അള്ളാഹുവിന്റെ തൗഹീദ്, ആ തൗഹീദിന്റെ സമർപ്പണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദഅവക്ക് ബയ്യനത്തായി സാക്ഷികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രഖ്യാപിച്ചത് മഹാന്മാരായ മലക്കുകളെയും പിന്നീട് ഉലുൽ ഇൽമാണ്, ഇൽമുള്ളതായ ആളുകളുമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം കാര്യത്തിൽ, അവന്റെ സ്വന്തം വിഷയത്തിൽ ഉലമാഇന് വലിയതായ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ ആ പവർ മനസ്സിലാക്കി നാം ജീവിച്ചാൽ സർവശക്തനായ അള്ളാഹുവിന്റെ പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, മരിക്കുന്നത് വരെ ഉണ്ടാകും എന്നതിന്റെ നിദർശനമായിരുന്നു മഹാനായ ശൈഖുന മാനുസ്താദിന്റെ ജീവിതം മൂലം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധകർ, പ്രവർത്തകരായ ഉലമാ, സംഘടനാ പ്രവർത്തകർ ദീനീ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ മാത്രം പേടിക്കുകയും ജനങ്ങളെ മാനിക്കുകയും ചെയ്യണം. ജനങ്ങളോട് ധിക്കാരം കാണിക്കണമെന്നല്ല, ജനങ്ങളോട് മാന്യമായി പെരുമാറി ജനങ്ങളെ, സാധാരണക്കാരെ, ദഅവത്ത് ചെയ്യുന്ന ആളുകളോട് മാന്യമായ സമീപനം, അവരെ മാനിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുക. ഈ രണ്ട് വിശേഷണ ഗുണമാണ് മഹാനായ ഉസ്താദിലുണ്ടായിരുന്ന ഗുണം. അതൊരു ഇസ്ലാമിക പ്രബോധകന്റെ, ഒരു ദായിയുടെ ഗുണമാണ്. ആ ഗുണത്തിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ കാണുന്നത്. നമ്മുടെ മോളൂരിൽ അൽഹംദുലില്ലാഹ് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, മസാലിഹ് ഈ നിലവാരത്തിലേക്ക് എത്തുമെന്ന് നാം നനച്ചിട്ടില്ല. ഇതിന്റെ സംഘാടകർ, ജീവിച്ചിരിക്കുന്ന പ്രവർത്തകർ ഇപ്പോഴുണ്ട്. ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒരു മദ്രസ, ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി ഒരു ദീനീ പ്രവർത്തനം നടത്തണം എന്ന് കരുതിയ നാം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ സൗകര്യം തന്നു. ഈ കേരളത്തിന്റെ ആത്മീയ ആചാര്യന്റെ കയ്യിലാണ് ഈ സ്ഥാപനത്തെ നമുക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ബേജാറാകാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനം മാനുസ്താദിന്റെ കറാമത്താണ്. ഇത് പടർന്ന് പന്തലിക്കും തോറും മഹാനായ ശൈഖുനയുടെ ബർസഖിയായ ജീവിതത്തിൽ സന്തോഷമുളവാകും. അവിടുന്ന് എപ്പോഴും സന്തോഷമായിരുന്നു. തീരെ നടക്കാൻ വയ്യാത്ത സമയത്ത് പോയാലും ഈ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞു എന്നാൽ പ്രവർത്തകരുടെ കൂടെ വളരെ വളരെ വിഷമിച്ച സമയത്തും ഉസ്താദിന് നടക്കാൻ പോലും സാധിക്കാത്ത സമയത്ത് ഉസ്താദ് സമ്മേളനത്തിലേക്ക്, യോഗത്തിലേക്ക് വരാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ഏതോ ആളുകളിൽ നിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടായപ്പോഴും അതിനെ നേരിടാൻ കോടതി വരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ മഹാനായ ഉസ്താദ് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ കറാമത്തുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഉന്നതമായ ആ ധീരോദാത്തമായ സമീപനത്തിൽ നിന്ന്, ആ വ്യക്തിത്വത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വളർന്നു വരുന്ന നമുക്കെല്ലാവർക്കും, നമ്മുടെ പ്രവർത്തകർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, മസാലിഹിന്റെ സ്ഥാപകനാണ് ഉസ്താദ്, അതൊരിക്കലും മറന്നു പോകരുതെന്നും മസാലിഹിന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥനകളിൽ ഉസ്താദ് ഉണ്ടായിരിക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാം. ഇന്നും അൽഹംദുലില്ലാഹ് മഹാനായ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ അംജദ് ബാഖവി, ഇത് ഒരു കേവലം യാദർശികം എന്ന് പറയാൻ പറ്റൂല. ഇതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിന്റെ സ്ഥാപകന്മാരായ പ്രവർത്തകരെ പലപ്പോഴും വിളിച്ചുകൂട്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ബേജാറാകരുത്. ഇത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പിന്തുണയുള്ള സ്ഥാപനമാണ്. ആര് തന്നെ എന്ത് തന്നെ എതിർത്താലും അവരൊക്കെ മുട്ടുമടക്കി അൽഹംദുലില്ലാഹ് ഇത് മുന്നോട്ട് പോകും. എന്തെല്ലാം ഫിത്നയും ഫസാദും ഒക്കെ ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഇടക്കൊക്കെ നമ്മുടെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ അല്ലറ ചില്ലറ പരീക്ഷണങ്ങളൊക്കെ നൽകും. പക്ഷേ നാം പതറാതെ നിന്നാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിന്റെ ഈ വർണ്ണപ്പൊലിമയിൽ മതിമറന്ന് ചാഞ്ചാടാതെ, ദുനിയാവിന്റെ ഭീഷണിക്കോ ഏഷണിക്കോ ദുനിയാവിന്റെ എന്തെങ്കിലും പീഡനങ്ങൾക്കോ വഴിപ്പെടാതെ നാം പോകേണ്ടുന്ന മാർഗത്തിൽ അടിയുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജ്ജത്ത് തരും. അള്ളാഹ് തരുന്നത് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഇജ്ജത്താണ്. അതിലൂടെയാണ് നമുക്ക് ഇജ്ജത്ത് കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 120 കുട്ടികൾ ആലിമീങ്ങളായി വരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും വർഷം തോറും ആലിമീങ്ങളായി വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ പ്രവർത്തനമാണ് ഈ കാണുന്ന ഈ പ്രവർത്തനം എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുകയും, ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വരാൻ സാധ്യമല്ലെങ്കിലും ഇതിന്റെ വളർച്ചയിൽ എന്നല്ല ഇതിനെന്തെങ്കിലും ഒരു പോറലേൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരേക്കാൾ കൂടുതൽ വേദനിക്കും ചെയ്യുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഉത്തരോത്തരം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ഇതുമായി സഹകരിക്കുന്ന പ്രവർത്തകർക്ക് മഹാനായ മാനുസ്താദിന്റെ മദദ് ഉണ്ടാകും. ഉസ്താദിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഈ സ്ഥാപനം എന്നും അങ്ങനെ കുറച്ചു കാലം കൂടി ദർസ് നടത്തണമെന്ന് ഉസ്താദിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ ആണ്. അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച് അള്ളാഹുവിന്റെ ദഅവത്തിന് ഉസ്താദ് അവர்கள் ഉത്തരം ചെയ്തു. നാമൊക്കെ അങ്ങനെ പോകേണ്ടവരാണ്. പക്ഷേ നമ്മളൊക്കെ പോയാലും നമ്മളെ കുറിച്ച് ഇങ്ങനെ അനുസ്മരിക്കണം, ഇങ്ങനത്തെ നാം ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് തരുമാറാവട്ടെ. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.